ഇന്ന് പഠിക്കാൻ പോകുന്നത് പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ് ആണ്. എന്താണ് പാസീവ് വോയിസ്, എങ്ങനെയാണ് നമ്മൾ OET അല്ലെങ്കിൽ IELTS നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പാസീവ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ആക്റ്റീവ് സെൻറ്റൻസ് പാസീവ് സെൻറ്റൻസിലോട്ട് മാറ്റേണ്ടത് എന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. OETക്കും IELTSനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഈ പാസീവ് വോയിസിൻ്റെ ഉപയോഗം നമ്മുടെ സ്കോർ 6.5 നിന്ന് 7 അതുപോലെ തന്നെ C+ നിന്ന് Bയിലോട്ടും നമുക്ക് നമ്മുടെ സ്കോർ ഉയർത്തുന്നതിനും വളരെയേറെ നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രാമർ വിഭാഗമാണ് പാസീവ് വോയിസ്. അതുകൊണ്ട് നിങ്ങളിത് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കണം. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. പാസീവ് വോയിസ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ആക്റ്റീവ് വോയിസ്. എ സെൻറ്റൻസ് ഈസ് സെഡ് ടു ബി ഇൻ ദ ആക്റ്റീവ് വെൻ ദ ആക്ഷൻ ഓഫ് എ വേർബ് ഈസ് ഡൺ ബൈ ദ സബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. കണ്ടോ, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് നേരിട്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെല്ലാം ആക്റ്റീവ് സെൻറ്റൻസ് ആണ് പൊതുവെ. ഞാൻ ഉദാഹരണം പറയാം. രാജു കിൽഡ് എ സ്നേക്ക്. കണ്ടോ, രാജു ആണ് പാമ്പിനെ കൊല്ലുന്നത്. രാജു നേരിട്ട് ഒരു പ്രവൃത്തി ചെയ്തു. രാജു ആണ് പാമ്പിനെ കൊല്ലുന്നത്. രാജു നേരിട്ടൊരു പ്രവൃത്തി. ഇതിനകത്ത് രാജു സബ്ജക്റ്റ്, കിൽഡ് വേർബ് ആൻഡ് എ സ്നേക്ക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഇതാണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. അപ്പം ഇത് ഒരു ആക്റ്റീവ് വോയിസ് ആണ്. അപ്പം ഇനി പാസീവ് വോയിസ് എന്താണ്? ഇൻ പാസീവ് വോയിസ് ദ ആക്ഷൻ ഈസ് നോട്ട് ഡൺ ബൈ ദ സബ്ജക്റ്റ് ആസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ വേർബ് കംസ് ആസ് ദ സബ്ജക്റ്റ്. പാസീവ് വോയിസിൽ എന്ത് ചെയ്തു എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്, ആര് ചെയ്തു എന്നതിനല്ല. അതുകൂടാണ്ട് ഇവിടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും മുമ്പിലോട്ട് നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് വെച്ചല്ല നമ്മൾ തുടങ്ങുന്നത്, ആ സ്ഥലത്ത് നമ്മൾ ഒബ്ജക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രാജു കിൽഡ് എ സ്നേക്ക്, അതിനു പകരം നമ്മളത് പാസീവ് വോയിസിലാണ് പറഞ്ഞെങ്കിലോ എ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാജു. ഉണ്ടോ, ഒരു പാമ്പിനെ കൊന്നു എന്നതാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. ആര് കൊന്നു എന്നതല്ല, ഒരു പാമ്പിനെ കൊന്നു എന്നാണ്. ഇപ്പം നമ്മളതിൽ നടന്നു പോവുക, അപ്പോൾ അവിടെ ഒരു പാമ്പിനെ കൊണ്ടു. നമ്മൾ ആൾക്കാരെ വിളിച്ചു പറഞ്ഞു, ആൾക്കാർ ഓടി വന്നു. പിന്നെ നമ്മൾ കുറച്ച് ചോദിച്ചാൽ എടാ പാമ്പിനെ കൊന്നോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. പാമ്പിനെ ആര് കൊന്നോ എന്നല്ല നമുക്ക് അറിയേണ്ടത് പാമ്പിനെ കൊന്നോ എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പം പാമ്പിനെ കൊന്നു അല്ലേ, പാമ്പിനെ കൊന്നു. ആര് കൊന്നു? രാജുചേട്ടൻ കൊന്നു. അപ്പം എ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാജു. എ സ്നേക്ക് വാസ് കിൽഡ് എന്നതിനാണ് അവിടെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് എന്താണെന്ന് മനസ്സിലായി, പാസീവ് വോയിസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഒരു ആക്റ്റീവ് വോയിസ് എങ്ങനെയാണ് ഒരു പാസീവ് വോയിസിലോട്ട് മാറ്റുന്നത്? അതിന് മെയിനായിട്ട് 5 റൂൾസ് ആണുള്ളത്. യൂണിവേഴ്സലി നമ്മൾ ഫോളോ ചെയ്യേണ്ട 5 റൂൾസ് ആണുള്ളത്. ഒന്നാമത്തെ റൂള്, നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന രാജു കിൽഡ് എ സ്നേക്ക്. ഇതിനകത്ത് സബ്ജക്റ്റ് രാജു, കിൽഡ് വേർബ്, എ സ്നേക്ക് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഓരോ റൂളും പറഞ്ഞു തരാം, അതനുസരിച്ച് നിങ്ങൾ ഇത് എഴുതി വെക്കണം. നിങ്ങൾ മറക്കാണ്ട് ഇത് എഴുതി വെക്കാണ്ട് നിങ്ങളിത് കാണരുത്. നിങ്ങളൊരു പുസ്തകവും പേനയും എടുത്ത് എഴുതി വെച്ചതിന് ശേഷമേ നിങ്ങളിത് പഠിക്കാൻ തുടങ്ങാവുള്ളൂ. കാരണം OET IELTS പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പം ഫസ്റ്റ് റൂള്, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ ഫസ്റ്റ് റൂള്, ഫൈൻഡ് ഔട്ട് ദ ഒബ്ജക്റ്റ് ആൻഡ് ബ്രിങ് ഇറ്റ് ടു റീപ്ലേസ് ദ സബ്ജക്റ്റ്. ഇതിനകത്ത് ഒബ്ജക്റ്റ് ഏതാണ്? എ സ്നേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്നേക്കിനെ ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ സബ്ജക്റ്റിൻ്റെ ഭാഗത്തോടെ റീപ്ലേസ് ചെയ്തു. അപ്പം നമ്മൾ എ സ്നേക്ക്, ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ റൂൾ എന്താണ്? ഇൻട്രൊഡ്യൂസ് ദ ബി വേർബ് ഓഫ് ദ വേർബ് ഇൻ ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് ഏത് ടെൻസിലാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മിസ്റ്റർ രാജു കിൽഡ് എ സ്നേക്ക്, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. രാജു കിൽഡ് എ സ്നേക്ക്. ഞാൻ ടെൻസിൻ്റെ ക്ലാസ് മൊത്തം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. ആ വീഡിയോ എടുത്ത് എഴുതി വെച്ച് പഠിക്കണം. അതിന് ശേഷമേ പാസീവ് വോയിസ് പഠിക്കാൻ വരാവുള്ളൂ. അപ്പം ഇതുണ്ടോ, മിസ്റ്റർ രാജു കിൽഡ് എ സ്നേക്ക്. ഇതിനകത്ത് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പം അതിനകത്ത് വേർബ് ഏത് ടെൻസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ആ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ബി വേർബ് കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ് ബി വേർബ്? വാസും വേറുമാണ് ബി വേർബ്.
ഞാൻ വേർബിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കുക, അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാകും കൃത്യമായിട്ട്. ആക്റ്റീവ് ഇപ്പം രണ്ടാമത്തെ റൂൾ എന്താണ്? ആക്റ്റീവ് വോയിസ് ഏത് ടെൻസാന്ന് കണ്ടുപിടിക്കുക, അതിലെ വേർബിൻ്റെ ബി വേർബ് കണ്ടുപിടിക്കുക. അപ്പം ഈ കിൽഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് അതിൻ്റെ ബി വേർബ് ഒന്നില്ലെങ്കിൽ വാസോ വേറോ ആയിരിക്കും. ഇവിടെ എ സ്നേക്ക് ആയതുകൊണ്ട് നമ്മൾ വാസ് ഉപയോഗിക്കുന്നു, സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സിംഗുലർ വേർബ് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ എ സ്നേക്ക് വാസ് അല്ലേ. അപ്പം വി വേർബ് നമ്മൾ കണ്ടുപിടിച്ചു, ആ വാസാണ്. അപ്പം ഒബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞിട്ട് വേർബ് കണ്ടുപിടിച്ചു, ബി വേർബ് കണ്ടുപിടിച്ചു, അത് നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എഴുതി. അപ്പം എ സ്നേക്ക് വാസ്. അതിനുശേഷം മൂന്നാമത്തെ റൂൾ എന്താണ്? കൺവേർട്ട് മെയിൻ വേർബ് ഇൻറ്റു പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേർബ്. ഇതിൽ മെയിൻ വേർബ് കില്ലാണ് അല്ലേ. കില്ലിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? കിൽഡാണ്. ഞാൻ വേർബ്സിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിൽഡായെന്ന്. അപ്പം കില്ലിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിൽഡാണ്. അതുകൊണ്ട് നമ്മൾ എ സ്നേക്ക് വാസ് കിൽഡ് എഴുതി. റൂൾ 3 എന്താണ്? Convert main verb into a past participle verb and place it after the be verb. Be verb was ആണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ killed എന്ന് എഴുതി. അപ്പം a snake was killed. അതിനുശേഷം നാലാമത്തെ റൂൾ എന്താണ്? The subject of the sentence in the active voice may be placed with the preposition by എന്ന് പറഞ്ഞ preposition after the main വേർബ്. നാലാമത്തെ റൂൾ എന്താണ്? ആ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എടുത്ത് ബൈ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് മെയിൻ വേർബിൻ്റെ തൊട്ടപ്പുറത്ത് പ്ലേസ് ചെയ്യുക. അപ്പം എ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാജു. നാലാമത്തെ റൂൾ അതാണ്. അഞ്ചാമത്തെ റൂൾ എന്താണ്? ഈ സെൻറ്റൻസിനകത്ത് അതില്ലെങ്കിലും അഞ്ചാമത്തെ റൂള് എല്ലാ പ്രോണൗണും ഷുഡ് ബി ചേഞ്ച്ഡ്. എക്സാമ്പിൾ ഐ മീ ആവും. അപ്പം ആക്റ്റീവ് വോയിസിൽ ഐ ആണെങ്കിൽ അത് പാസീവ് വോയിസിൽ മീ ആവും. ഹി ആണെങ്കിൽ ഹിം ആവും. ഷീ ആണെങ്കിൽ ഹെർ ആവും. യു ആണെങ്കിൽ യു തന്നെയാണ്. ദേ ആണെങ്കിൽ ദം ആവും. വി ആണെങ്കിൽ അസ് ആവും. ഹു ആണെങ്കിൽ ഹും ആവും. മനസ്സിലായില്ലേ? ഇപ്പം എങ്ങനെയാണ് ഒരു ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആകുന്നതെന്ന് മനസ്സിലായി. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ചിൽഡ്രൻ ലൈക്ക് സ്വീറ്റ്സ്. ഇതിനകത്ത് ചിൽഡ്രൻ സബ്ജക്റ്റ്, ലൈക്ക് വേർബാണ്, സ്വീറ്റ്സ് ഒബ്ജക്റ്റ് ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസോട്ട് മാറ്റുന്നത്? നമ്മൾ ഫസ്റ്റ് റൂൾ എന്താണ്? ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ സ്വീറ്റ്സ് ആണ് ഒബ്ജക്ട്സ്. സെക്കൻഡ് റൂൾ എന്താണ്? ഇത് ഏത് ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കുന്നു. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേർബിൻ്റെ ബി വേർബ് എന്താണെന്ന് നോക്കുന്നു. ലൈക്ക്. അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇതിൻ്റെ ബി വേർബ് എന്താണ്? ഈസ്, ആം, ആറ്. ഇതൊക്കെ ഇതിൻ്റെ ബി വേർബാണ്. അപ്പം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് ഏതാണ്? സ്വീറ്റ്സ് ആയതുകൊണ്ട് ആറ് വന്നു. സ്വീറ്റ്സ് ആർ. അപ്പം വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പം ലൈക്ക് അല്ലെങ്കിൽ ലൈക്സ്, ലൈക്ഡ്, ലൈക്ഡ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ലൈക്ക് സ്വീറ്റ്സ് ആർ ലൈക്ഡ് ബൈ ചിൽഡ്രൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിലെ പാസീവ് വോയിസിൻ്റെ ടെൻസിൻ്റെ സ്ട്രക്ചറുകളാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, സാധാരണ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് അല്ലേ. ഉദാഹരണത്തിന് ഹീ പ്ലേസ് ക്രിക്കറ്റ്. പാസീവ് വോയിസിൻ്റെ സബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് പ്ലസ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് V3. വേർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മൾ എപ്പോഴും പാസീവ് വോയിസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ ടെൻസിലും വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹീ പ്ലേസ് ക്രിക്കറ്റ് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി റൂൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. ക്രിക്കറ്റ് ആണ് ഒബ്ജക്റ്റ്. അത് ക്രിക്കറ്റ് നമ്മൾ സബ്ജക്റ്റ് ആക്കുന്നു. അതിനകത്ത് പ്ലേസ് എന്ന് പറഞ്ഞതിൻ്റെ ടെൻസ് ഏതാണെന്ന് നോക്കുന്നു. ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതിൻ്റെ ബി വേർബ് എന്തൊക്കെയാണ്? ആം, ഈസ് അല്ലെങ്കിൽ ആറാണ്. ക്രിക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ക്രിക്കറ്റ് ഈസ് പ്ലേ. പ്ലേ അല്ലേ വേർബ്. പ്ലേയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് V3 ഫോം പ്ലേ, പ്ലേഡ്, പ്ലേഡ് തന്നെയാണ്. അപ്പം ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം. അഞ്ചാമത്തെ റൂൾ എന്താണ്? ഹി എന്താവും? ഹിം ആവും. ബൈ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ വേർബിന് തൊട്ടടുത്ത് ചേർത്ത് നമ്മൾ ഹി എന്ന സബ്ജക്റ്റ് ബൈക്ക് ശേഷം ചേർക്കുന്നു. എന്തായിട്ട്? ഹിം ആയിട്ട്. അപ്പം ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത് ഹി ഗീവ്സ് മണി. ഇതിൽ മണി
ഒബ്ജക്റ്റ് ആണ്, ഗീവ്സ് വേർബ് ആണ്, ഹി സബ്ജക്റ്റ് ആണ്. മണി നമ്മൾ സബ്ജക്റ്റ് ആക്കി. ഗീവ്സ് ആയതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ വി വേർബ് എന്തൊക്കെയാണ്? ആം, ഈസ്, ആർ. നമ്മൾ മണി അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് ഈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മണി ഈസ് അല്ലേ, സിംഗുലർ ആണ് മണി, അതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിക്കുന്നത്. അപ്പം മണി ഈസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കൂടുന്ന ഗീവ് എന്ന വേർബ് കണ്ടുപിടിക്കുക. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഗീവ്, ഗേവ്, ഗിവൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പം മണി ഈസ് ഗിവൺ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് നമ്മൾ സബ്ജക്റ്റ് കണ്ടുപിടിച്ചിട്ട് ബൈ മെയിൻ വേർബിന് തൊട്ടടുത്ത് ബൈ എന്ന പ്രിപ്പോസിഷൻ എഴുതുന്നു. അതിനുശേഷം സബ്ജക്റ്റ് എന്നാണ് ഹി ആണ്, അതുകൊണ്ട് ഹീനെ കൺവേർട്ട് ചെയ്ത് ഹിം ആക്കി നമ്മൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, ഇപ്പം മനസ്സിലായില്ലേ? വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഐ ഡു എക്സസൈസ് എവറി ഡേ. ഇതിൽ ഒബ്ജക്റ്റ് ഏതാണ്? എക്സസൈസ് ആണ് ഒബ്ജക്റ്റ്. അപ്പം എക്സസൈസ് ഒബ്ജക്റ്റ് എഴുതി. ഡു എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഡു. ബി വേർബ് എന്തൊക്കെയാണ്? ആം, ഈസ് അല്ലെങ്കിൽ ആർ ആണ്. എക്സസൈസ് എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈസ് ഉപയോഗിച്ചു. അപ്പം എക്സസൈസ് ഈസ്. ഡൂവിൻ്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ ആണ്. എക്സസൈസ് ഈസ് ഡൺ ബൈ എന്ന പ്രിപ്പോസിഷൻ ചേർത്ത് അതിനുശേഷം ഐ എന്ന സബ്ജക്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മീ ആക്കി. എക്സസൈസ് ഈസ് ഡൺ ബൈ മീ. ഇപ്പം നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചല്ലോ. പാസീവ് വോയിസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ പഠിച്ചല്ലോ. OET നമ്മൾ ചിലപ്പം എഴുതുന്ന കാര്യമായിരിക്കാം. രാജു ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 5 AM ഡെയിലി. ഇത് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റും. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇതിനകത്ത് ഒബ്ജക്റ്റ് ഏതാണ്? ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ? ഈറ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതി ബ്രേക്ക്ഫാസ്റ്റ്. ഈറ്റ്സ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ബി വേർബ് എന്തൊക്കെയാണ്? ആം, ഈസ്, ആർ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈസ് ഉപയോഗിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഈസ്. ഈറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈറ്റൺ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഈറ്റൺ ബൈ രാജു അല്ലേ? ബൈ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് രാജു നമുക്കൊന്നും കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. രാജുവായി തന്നെ ഇവിടെ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഈറ്റൺ ബൈ രാജു അറ്റ് 5 AM എവറി ഡേ അല്ലെങ്കിൽ ഡെയിലി. അത് കൺവേർട്ട് ചെയ്യാൻ മനസ്സിലായില്ലേ? ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഈറ്റൺ ബൈ രാജു അറ്റ് 5 AM എന്ന് പറഞ്ഞാലും മതി. എന്നും അവൻ കഴിക്കുന്നു. സിമ്പിൾ പ്രസന്റ് ഒരു കാര്യം പറഞ്ഞാൽ എന്നും അവൻ ആ സമയത്ത് കഴിക്കുന്നു എന്നാണ് അല്ലേ? ഇത് നമ്മൾ OET നമ്മൾ ഇങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. അപ്പം ഈ പാസീവ് വോയിസ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ ഉയരുകയാണ്. നമ്മുടെ സെൻറ്റൻസിൽ, നമ്മുടെ റൈറ്റിങ്ങിൽ, നമ്മുടെ സ്പീക്കിങ്ങിൽ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലാംഗ്വേജ് ഉയരുകയാണ്. അതുപോലെ പാസീവ് വോയിസ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ റീഡിങ് നിങ്ങൾക്ക് എളുപ്പമാവും. മനസ്സിലായോ? പല കാര്യങ്ങളും പാസീവ് വോയിസിൽ പെട്ടെന്ന് എഴുതി വിടും. അപ്പം നിങ്ങൾക്ക് ആ പാസീവ് വോയിസ് നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ റീഡിങ്ങും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആക്റ്റീവ് വോയിസിലെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വേർബ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി പാസീവ് വോയിസിൻ്റെ ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റിന് പകരം നമ്മൾ ഒബ്ജക്റ്റ് ആക്കുന്നു. എന്തെങ്കിലും ഒബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് BEING പ്ലസ് V3 വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് സബ്ജക്റ്റ്. കണ്ടോ? ഈ വേർബ് പ്ലസ് ING ഫോം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ബീയിങ് പ്ലസ് V3 ആണ് വരുന്നത്. ബീയിങ് എന്ന് പറഞ്ഞ ബി വേർബ് നമ്മളവിടെ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇപ്പോൾ സ്ട്രക്ചർ മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് ഒബ്ജക്റ്റ്. പ്ലേയിങ് എന്ന് പറഞ്ഞത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിലെ വേർബ്സ് എന്തൊക്കെയാണ്? ബി വേർബ്സ് എന്തൊക്കെയാണ്? ആം, ഈസ്, ആർ ആണ്. അതുകൊണ്ട് ക്രിക്കറ്റ് ഈസ് സ്ട്രക്ചറിലുണ്ടോ? ബീയിങ് പ്ലസ് V3 ഓഫ് പ്ലേ ആണ് വേർബ്. ഈ പ്ലേയിങ്ങിൻ്റെ വേർബ് എന്താണ്? പ്ലേ ആണ്. ഇതിൻ്റെ V3 എന്താണ്? പ്ലേഡ് ആണ്. അപ്പം നമ്മൾ ബീയിങ് കഴിഞ്ഞിട്ട് പ്ലേഡ് ആഡ് ചെയ്തു. ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ഹിം. ഹി എന്നുള്ളത് ഹിം ആയി. ഓക്കെ, ഇപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി വേറൊരു ഉദാഹരണം പറയാം. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അങ്ങനെ ആകുമ്പോൾ എന്താവും?
ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദം. ദേ ദം ആയി. അത് മനസ്സിലായല്ലോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസിലെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ എന്താണ്? ഒബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് ബീൻ, BEEN, ബീൻ പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഞാൻ ഉദാഹരണം പറയാം. ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ്. ഇപ്പോൾ നമ്മൾ പാസീവ് വോയിസിലോട്ട് നമ്മുടെ സ്ട്രക്ചർ എന്താണ്? ഇതിനകത്ത് ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചു. ഒബ്ജക്റ്റ് ക്രിക്കറ്റ് ആണ്. അപ്പോൾ ക്രിക്കറ്റ്, അപ്പം ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ്. ക്രിക്കറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിച്ചു. അപ്പം ക്രിക്കറ്റ് ഹാസ് ബീൻ പ്ലേഡ്. വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലേ ആണ് വേർബ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലേഡ് തന്നെയാണ്. ക്രിക്കറ്റ് ഹാസ് ബീൻ പ്ലേഡ് ബൈ ഹിം. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത എക്സാമ്പിൾ, ഷീ ഹാസ് സെൻഡ് എ ലെറ്റർ. അത് നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത്? സിമ്പിളായിട്ട് മാറ്റല്ലോ. എ ലെറ്റർ ഹാസ് ബീൻ സെൻഡ് ബൈ ഹെർ. അതുപോലെ നമ്മൾ എന്തിനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം ക്രിക്കറ്റ് കളി കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? ഇപ്പം അവൻ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ക്രിക്കറ്റ് ഹാസ് ബീൻ പ്ലേഡ് ബൈ ഹിം ജസ്റ്റ് നൗ. ഇപ്പം കളി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പം പ്രസൻറ്റ് ടെൻസിലെ 3 ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് വോയിസ് ഇല്ല. ഓക്കെ, നമ്മളിനി പാസ്റ്റ് ടെൻസിൽ പഠിക്കാൻ പോവുകയാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ നോർമൽ, അതായത് ആക്റ്റീവ് വോയിസിലെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പം അത് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പം ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം V3 അല്ലേ പ്ലസ് ഒബ്ജക്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഹീ പ്ലേഡ് ക്രിക്കറ്റ്. അത് നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത്? ഈ ഫോർമാറ്റ് നോക്കിയേ. നമ്മൾ ഒബ്ജക്റ്റ് ക്രിക്കറ്റ് ആണ്, അപ്പോൾ അത് സബ്ജക്റ്റ് ആക്കി ക്രിക്കറ്റ് വാസ് അല്ലെങ്കിൽ വേർ. ക്രിക്കറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ക്രിക്കറ്റ് വാസ് പ്ലേഡ്. പ്ലേഡ് V3യും പ്ലേഡ് തന്നെയാണ്, അതുകൊണ്ട് പ്ലേഡ് അവിടെ എഴുതി. ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ചേർത്ത് നമ്മൾ സബ്ജക്റ്റിനെ ഈ സൈഡിലോട്ട് കൊണ്ടുവന്ന് അവിടെ നമ്മൾ സബ്ജക്റ്റിനെ രൂപമാറ്റം വരുത്തി കൊണ്ടുവരികയാണ്. ഹി ഹിം ആവും. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഐ ഗേവ് മണി. മണി ഒബ്ജക്റ്റ് ആണ്, ഗേവ് വേർബാണ്, ഐ സബ്ജക്റ്റ് ആണ്. മണി വാസ് ഗിവൺ ബൈ മീ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സിമ്പിൾ പാസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞു പോയ കാര്യങ്ങൾ സമയബന്ധിതമായി പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മണി വാസ് ഗിവൺ ബൈ മീ യെസ്റ്റർഡേ ഇല്ലേ? ഐ ഗേവ് മണി യെസ്റ്റർഡേ. ഇപ്പം സമയവും ചേർത്ത് വേണം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാൻ. ഓക്കെ, ഇപ്പം നമ്മൾ OET IELTSന് നമ്മളൊരു സെൻറ്റൻസ്, ഉദാഹരണത്തിന് ഒരു സെൻറ്റൻസ് പറയാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കാരണം സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒത്തിരി സെൻറ്റൻസുകൾ നമ്മൾ OET IELTS നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പാസീവ് വോയിസിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ നന്നായിട്ട് ഉയർത്താൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. മിസ്റ്റർ രാജു സ്റ്റാർട്ടഡ് സ്മോക്കിംഗ് അറ്റ് ദ ഏജ് ഓഫ് 15. ഇത് നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസ് ആയിട്ട് ഉപയോഗിക്കുന്നത്? നോക്കി, ഇതിൻ്റെ ഒബ്ജക്റ്റ് സ്മോക്കിംഗ്, ഇതിൻ്റെ സ്റ്റാർട്ടഡ് എന്നാണ് ഇതിൻ്റെ വേർബിൻ്റെ ടെൻസ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഇതിൻ്റെ ബി വേർബ് എന്തൊക്കെയാണ്? വാസ് അല്ലെങ്കിൽ വേർ ആണ് അല്ലേ? അപ്പം സ്മോക്കിംഗ് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് സ്മോക്കിംഗ് വാസ് സ്റ്റാർട്ടഡ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ വേർബിൻ്റെ V3 ഫോം നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് സ്റ്റാർട്ടഡ്. സ്റ്റാർട്ടഡ് തന്നെയാണ് V3. അപ്പം സ്മോക്കിംഗ് വാസ് സ്റ്റാർട്ടഡ് ബൈ മിസ്റ്റർ രാജു അറ്റ് ദ ഏജ് ഓഫ് 15. കണ്ടോ? അപ്പം ഈ പാസീവ് സെൻറ്റൻസ് നമ്മൾ നമ്മുടെ എസ്സേയിലോട്ട് നമുക്ക് ബോധപൂർവ്വം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പാസീവ് സെൻറ്റൻസ് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ എഴുതും? മിസ്റ്റർ രാജു സ്റ്റാർട്ടഡ് സ്മോക്കിംഗ് അറ്റ് ദ ഏജ് ഓഫ് 15 നമ്മൾ എഴുതും. പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, സ്മോക്കിംഗ് വാസ് സ്റ്റാർട്ടഡ് ബൈ മിസ്റ്റർ രാജു അറ്റ് ദ ഏജ് ഓഫ് 15. അപ്പം എക്സാമിനർ മനസ്സിലാവും പാസീവ് വോയിസ് ഇവൻ ഉപയോഗിക്കാൻ പഠിച്ചു. അപ്പം വെറൈറ്റീസ് ഓഫ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയൽ ടിക്ക് വീഴും. OETയിൽ വേറൊരു സെൻറ്റൻസ് ഞാൻ പറയാം. ഒരു പാസീവ് വോയിസ്, ഒരു ആക്റ്റീവ് വോയിസ് ഞാൻ പറയാം.
ER doctor transferred Raju to OT and underwent emergency surgery on the day of admission. നമ്മൾ ഇതിനു പകരം നമ്മൾ ഈ ആദ്യത്തെ ER doctor transferred Raju to OT എന്നതിന് പകരം നമ്മൾ പാസീവ് വോയിസ് എങ്ങനെ എഴുതുന്നത്? മിസ്റ്റർ രാജു വാസ് ട്രാൻസ്ഫേർഡ് ടു OT ബൈ ER ഫിസിഷ്യൻ അല്ലെങ്കിൽ ER ഡോക്ടർ. കണ്ടോ, ആ സെൻറ്റൻസ് അപ്പം പാസീവ് വോയിസ് ആയില്ലേ? ഇതുപോലെ നിങ്ങൾ പാസീവ് വോയിസ് മാറ്റി ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലോട്ട് ആക്കി നിങ്ങൾ പഠിക്കണം. ഇനി അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വേർബിൻ്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ? നോർമൽ ആക്റ്റീവ് വോയിസിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. ഇനി പാസീവ് വോയിസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ പാസീവ് വോയിസിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3 ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്റ്റ്. നമ്മൾ അപ്പം അതിന് എക്സാമ്പിൾ കുറച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇത് നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണ് ആകുന്നത്? ക്രിക്കറ്റ് വാസ് ബീയിങ് BEING പ്ലേഡ് ബൈ ഹിം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ് ആണെങ്കിലോ ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. പാസീവ് വോയിസിലൂടെ നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത്? ഇതിൽ ഒബ്ജക്റ്റ് ക്രിക്കറ്റ് ആണ്, അപ്പോൾ ക്രിക്കറ്റ് ആദ്യം കണ്ടുപിടിച്ചു. പ്ലേയിങ്, വെയർ പ്ലേയിങ് അല്ലേ? ഈ വെയർ പ്ലേയിങ്ങിൻ്റെ ബി വേർബ് നമ്മൾ കണ്ടുപിടിച്ചു, അത് വാസ് അല്ലെങ്കിൽ വെയർ ആണ്. എന്നിട്ട് നമ്മൾ ക്രിക്കറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വാസ് ഉപയോഗിച്ചു. ക്രിക്കറ്റ് വാസ്. നമ്മുടെ ഫോർമാറ്റിൽ എന്താണ്? ബീയിങ്. ING പ്ലേയിങ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബി വേർബാണ് ബീയിങ്. എന്നിട്ട് ബൈ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് സബ്ജക്റ്റ് നമ്മളിങ്ങ് കൊണ്ടുവരുമ്പോൾ ദേ എന്നുള്ളത് ദം ആവും. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പാസീവ് വോയിസിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ആക്റ്റീവ് വോയിസിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ പാസീവ് വോയിസിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ BEEN പ്ലസ് V3 വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് സബ്ജക്റ്റ് അല്ലേ? ഉദാഹരണം ഞാൻ പറയാം. ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്. ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ്. നമ്മൾ എങ്ങനെയാണ് പാസീവ് വോയിസ് ആക്കുന്നത്? നമ്മൾ ഇതിനകത്ത് ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചു. ക്രിക്കറ്റ് ആണ് ഇതിനകത്ത് ഒബ്ജക്റ്റ്. അപ്പം ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം കൊണ്ടുവന്നു. പിന്നെ ഹാഡ്, നമ്മൾ ഫോർമാറ്റ് നോക്കിക്കേ, നമ്മുടെ സ്ട്രക്ചർ നോക്കി, അതിനകത്ത് ഹാഡ് ഉണ്ട്. ഹാഡ് അതുപോലെ നമ്മൾ എഴുതുക. ബീൻ അതുപോലെ എഴുതി. പിന്നെ V3 ഫോം ഓഫ് പ്ലേ എന്താണ്? പ്ലേഡ് തന്നെയാണ്. അപ്പം പ്ലേഡ് കൊണ്ടുവന്നു. പിന്നെ ബൈ എന്ന പ്രിപ്പോസിഷൻ ആഡ് ചെയ്തിട്ട് ഹി നമ്മൾ എടുത്ത് ഹിം ആക്കി നമ്മൾ ഒബ്ജക്റ്റ് ആക്കി നമ്മളിവിടെ എഴുതി. ഒബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ സബ്ജക്റ്റ് കൊണ്ട് എഴുതി. അപ്പം എങ്ങനെയാണ് ഇത് സെൻറ്റൻസ് ആകുന്നത്? ക്രിക്കറ്റ് ഹാഡ് ബീൻ പ്ലേഡ് ബൈ ഹിം. വേറൊരു എക്സാമ്പിൾ, ഷീ ഹാഡ് സെൻഡ് ഇമെയിൽ. ഇതെങ്ങനെയാകുന്നത്? ദ ഇമെയിൽ ഹാഡ് ബീൻ സെൻഡ് ബൈ ഹെർ. അല്ലെങ്കിൽ ഇമെയിൽ ഹാഡ് ബീൻ സെൻഡ് എന്ന് എഴുതിയാലും മതി, അത്ര എഴുതിയാലും മതി. ഇനി നമുക്കൊരു നെഗറ്റീവ് സെൻറ്റൻസ് മാറ്റം നമുക്കിവിടെ പഠിക്കാം. ഇതൊക്കെ സെയിം ആണ്, എന്നിരുന്നാലും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഹി ഹാഡ് നോട്ട് പ്ലേഡ് ക്രിക്കറ്റ്. അതെങ്ങനെ മാറ്റുന്നത്? ക്രിക്കറ്റ് ഹാഡ് നോട്ട് ബീൻ പ്ലേഡ് ബൈ ഹിം. ക്രിക്കറ്റ് ഒബ്ജക്റ്റ് നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്നു. ഹാഡ് ബീനും ഹാഡിനും ഇടയ്ക്ക് ആ നോട്ട് അതുപോലെ നമ്മൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. അത്രയേ ഉള്ളൂ. ക്രിക്കറ്റ് ഹാഡ് നോട്ട് ബീൻ പ്ലേഡ് V3 ആണ് പ്ലേഡ്. ക്രിക്കറ്റ് ഹാഡ് നോട്ട് ബീൻ പ്ലേഡ് ബൈ ഹിം. ഹി എന്നുള്ളത് ഹിമ്മായി. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ 2 ടെൻസേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണെന്ന് അറിയാമോ? ഒബ്ജക്റ്റ് പ്ലസ് വിൽ ബി എന്ന് നമ്മൾ ചേർക്കും. വിൽ ബി പ്ലസ് V3 ഓഫ് ദ വേർബ് പ്ലസ് സബ്ജക്റ്റ്. ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. ഹി വിൽ നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്നാണെങ്കിൽ എങ്ങനെയായിരിക്കും പാസീവ് വോയിസ്? ക്രിക്കറ്റ് വിൽ നോട്ട് ബി പ്ലേഡ് ബൈ ഹിം അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ വിൽ ഹി പ്ലേ ക്രിക്കറ്റ് ടുമാറോ? അത് നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത്? ആ വിൽ അവിടെ തന്നെ ഇടും, എന്നിട്ട് നമ്മളത് മാറ്റും. അത് വിൽ ക്രിക്കറ്റ് ബി പ്ലേഡ് ബൈ ഹിം ടുമാറോ. നമ്മളെപ്പോഴും ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുന്നു, എന്നിട്ട് ബി പ്ലേഡ് ബൈ ഹിം ടുമാറോ പ്ലേഡ് ആക്കുന്നു. ബാക്കിയെല്ലാം അതുപോലെ എഴുതുന്നു. അപ്പം വിൽ ഹി പ്ലേ ക്രിക്കറ്റ് ടുമാറോ എന്ന ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആകുമ്പം
വിൽ ക്രിക്കറ്റ് ബി പ്ലേഡ് ബൈ ഹിം ടുമോറോ എന്നാവുന്നു. ഓക്കെ, നിങ്ങൾ ആ സ്ട്രക്ചർ നോക്കി പഠിക്കണം. ഇത് നിങ്ങൾ പാസീവ് വോയിസ് പഠിക്കുമ്പം നിങ്ങൾ ടെൻസ് പഠിച്ച പോലെ തന്നെ ഇതിൻ്റെ ടെൻസും സ്ട്രക്ചറും എഴുതി നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തലേ കയറത്തുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് നിങ്ങളുടെ റൈറ്റിങ്ങിൽ, എസ്സേയിലും സ്പീക്കിങ്ങിലും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. നമ്മുടെ സാധാരണ ടെൻസിൻ്റെ ഫോമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. പാസീവ് വോയിസ് ആണെങ്കിലോ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് V3 പ്ലസ് സബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റിന് സബ്ജക്റ്റ് വരുന്നു. ഉദാഹരണം ഞാൻ പറയാം. ഹി വിൽ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് ബൈ 2 PM ടുമോറോ. അതെങ്ങനെയാവും? ക്രിക്കറ്റ് ഒബ്ജക്റ്റ് ക്രിക്കറ്റ് അല്ലേ, അതിനെ നമ്മൾ സബ്ജക്റ്റ് ആക്കും. അപ്പം ക്രിക്കറ്റ് വിൽ ഹാവ് ബീൻ പ്ലേഡ് ബൈ ഹിം ടുമോറോ ബൈ 2 PM. ഈ ബൈ 2 PM എന്നുള്ളത് ആ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എഴുതിക്കുന്നത്. നാളെ 2 മണിയാവുമ്പോഴത്തിനും അവൻ ക്രിക്കറ്റ് കളിച്ചിരിക്കും എന്ന് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പാസീവ് വോയിസിൽ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ പാസീവ് വോയിസിലെ ടെൻസ് മൊത്തം പഠിച്ചില്ലേ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചു, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു, സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് പഠിച്ചു, സിമ്പിൾ ഫ്യൂച്ചർ പഠിച്ചു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു. 8 ടെൻസാണ് പാസീവ് വോയിസിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് 8 നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും. പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ അധികവും എസ്സേകൾ എഴുതുന്നത്, പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ സ്പീക്കിംഗ് ചെയ്യുന്നത്. അപ്പം ഈ പാസീവ് വോയിസിൻ്റെ ടെൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ എഴുതി പഠിക്കണം. അതുപോലെ ഞാൻ 12 ടെൻസും ഞാൻ സ്ട്രക്ചറും ഉപയോഗവും എല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. ഇതും അതുപോലെ തന്നെ പാസീവ് വോയിസ് നിങ്ങളൊരു നോട്ട് ബുക്സിൽ എഴുതി വെച്ച് പഠിക്കണം. നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു 10 ദിവസത്തെ എഫേർട്ടുള്ളൂ. നിങ്ങളത് എഴുതിയെടുത്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ OET IELTS എസ്സേകൾ എഴുതുമ്പം നിങ്ങൾക്കൊരു സംശയം വന്നാൽ നിങ്ങൾക്ക് ഉടനെ അതെടുത്ത് നോക്കാൻ പറ്റും, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും.